ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. വീഡിയോ കാണുന്നതിന് മുൻപ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോന് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല, പക്ഷെ പറയുന്ന വാക്കുകൾ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള വാക്കുകളാണ്. ഞാൻ പറഞ്ഞ ആളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെതാണ്. ഇദ്ദേഹം ഒരു ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആളാണ്. ജാതി തിരിച്ച് കാണുകയല്ല, അത് മനസ്സിലാക്കുക. ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ചാനലായിട്ട് കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘീ ഭീകരവാദികൾ ചെയ്യുന്ന തെണ്ടിത്തരമൊക്കെ പച്ചക്ക് വിളിച്ചു പറയുന്ന ഒരു നല്ലൊരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹം. ഇയാള് ഒരു ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആളാണ്. ജാതി വെച്ച് മനുഷ്യനെ നോക്കിക്കാണുന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതായത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും ഇതേപോലെയുള്ള ആളുകളെ തീർച്ചയായിട്ടും നമ്മൾ വളർത്തിക്കൊണ്ടുവരണമെന്ന്. ഞാനങ്ങനെ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടുവല്ല. കാരണം ഈ സംഘീ ഭീകരവാദികൾ ചെയ്യുന്ന തെണ്ടിത്തരമൊക്കെ പച്ചക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ട് പ്രചരിപ്പിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പറഞ്ഞ ഇയാൾക്ക് എന്തായാലും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇട്ടേക്കാം. ചെക്ക് ചെയ്ത് നോക്കാം, സപ്പോർട്ട് കൊടുക്കണം. കാരണം വേറൊന്നുമല്ല, ഞാനൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഗീയത പറയുന്ന വർഗീയവാദികളായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ തെരഞ്ഞുപിടിച്ച് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്യുന്നത്. ഇദ്ദേഹം സത്യസന്ധമായിട്ടുള്ള കാര്യം, അതായത് ഇന്ത്യയിൽ നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചും ഇദ്ദേഹത്തിന്റെ ചാനലിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ആളുകളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത്. ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫേസ്ബുക്കിലാകാണെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. എന്തായാലും നിങ്ങളൊന്ന് കയറി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ആളുകളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വലിയ ക്വാളിറ്റി ഇല്ല, എന്നാലും ഒന്ന് കണ്ടു നോക്ക്. അടിപൊളി ഡയലോഗാണ് പറയുന്നത്, കാണ്. നമ്മളെ നരേന്ദ്രമോദിജി ഭരിക്കുന്ന ഇന്ത്യയിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇന്ത്യയിൽ ഹിന്ദുക്കൾ സുരക്ഷിതരല്ല പോലും. ഹിന്ദുക്കൾ പേടിച്ചിട്ടാ ജീവിക്കുന്ന പോലും. 4 ദിവസം മുന്നേ യുപിയിൽ നടന്ന രാംനവമി ആഘോഷത്തിൽ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് രാംനവമി ആഘോഷിക്കാൻ സ്ഥലവും കിട്ടിയില്ല പോലും. അതായത് ഹിന്ദുവായ നരേന്ദ്രമോദിജി, ഹിന്ദുവായ യോഗി ആദിത്യനാഥ്, ഹിന്ദുവായ അമിത്ഷാ ഇവരെല്ലാം കൂടി രാജ്യം ഭരിക്കുമ്പോൾ, യുപി ഭരിക്കുമ്പോൾ അവിടെ ഹിന്ദുത്വ തീവ്രവാദികൾ രാംനവമി ആഘോഷിക്കാൻ സ്ഥലവുമില്ലായിട്ട് ഉളുപ്പും നാണവുമാനില്ലാത്ത ഈ ഹിന്ദുത്വ തീവ്രവാദികൾ മുസ്ലിം പള്ളിയുടെ മുകളിൽ കയറിയിട്ട് ഇവരെ ലങ്കോട്ടിക്കൊടി വീശുക, ഹിന്ദുക്കളെ പറയിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ എത്രമാത്രം പേടിക്കുന്നടാ ഹിന്ദുത്വ തീവ്രവാദികളെ. നിങ്ങൾ പറയുന്ന നിങ്ങൾ ആണത്തമുള്ള ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ടീം ഭരിക്കുമ്പോൾ നിങ്ങൾ പേടിക്കുകയാണ്. ഇവിടെ മുസ്ലിമായ അബ്ദുൽ കലാം രാഷ്ട്രപതിയും സിഖുകാരനായ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയുമായപ്പോൾ ഹിന്ദുക്കൾ പേടിച്ചിട്ടില്ല. ഹിന്ദുക്കൾ സമാധാനത്തോടെ ജീവിച്ചില്ല, ഒരു പേടിയില്ലാണ്ട്. നിങ്ങൾ 10-11 വർഷം നിങ്ങളെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന നിങ്ങളെ നരേന്ദ്രമോദിജി, അമിത്ഷയും യോഗി ആദിത്യനാഥും ഭരിച്ചിട്ട് ഹിന്ദുക്കൾ പേടിക്കാൻ തുടങ്ങിയോ? നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കട്ടെ. പ്രയാഗ്രാജിൽ ഇവർ കാണിച്ച് ഇവരെ കാവിൽ അങ്ങോട്ട് ഒരു പള്ളിയുടെ മുകളിൽ കയറി വീശുന്നത് എത്രമാത്രം ഹിന്ദുക്കളെ പറയിപ്പിക്കുന്നത്. ഇവർ ഹിന്ദുക്കൾ എന്നൊന്നും പറയില്ല, ഇവർ ചാണകം തീട്ടെന്നുള്ള വാക്കുകളെ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ ഉപയോഗിക്കാൻ പാടില്ല. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഈ ഹിന്ദുത്വ തീവ്രവാദികൾ മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗം തപ്പി നടക്കുന്നത്. നമ്മളെ ശിവൻ ഇവര് മുസ്ലിം പള്ളിയുടെ അടിയിലൊന്നും പോവില്ല. നമ്മളെ ശിവൻ നമ്മളെ അമ്പലത്തിലും നമ്മളെ മനസ്സിലോ ഉള്ളത്. ഇവര് ക്രിസ്ത്യൻ പള്ളിന്റെ അടിയിൽ പോകും ശിവലിംഗം തപ്പിയിട്ട്. അത് കേരളത്തിൽ വരെ എത്തി. കോട്ടയത്ത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇവര് സിഖുകാരുടെ ദർഗന്റെ അടിയിൽ പോകും, സിഖുകാർ അമ്പലത്തിന്റെ അടിയിൽ പോകും ശിവലിംഗം തപ്പി എന്നും പറഞ്ഞു. ഇവർക്ക് വേണ്ടത് ഒരു വർഗീയ കലാപമാണ് ഇന്ത്യയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഈ ഉത്തരേന്ത്യയിൽ ഇവർ നടത്തുന്നത്. ഇത് എന്തിൽ നിന്നുള്ള വഴിതിരിച്ചു വിടലാന്നറിയോ? യുവാക്കൾക്ക് ജോലിയില്ല, കൂലിയില്ല, സാധനങ്ങൾക്ക് വിലക്കയറ്റം, മൊത്തം പ്രശ്നങ്ങൾ. ഇതെല്ലാം ചോദ്യം ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ ഇവർ ഇതുപോലുള്ള കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കും. എല്ലാവരുടെയും മനസ്സൊന്ന് അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ യുപിയിലുള്ള ഹിന്ദുത്വ തീവ്രവാദികൾക്ക് ഈ ഹിന്ദു മുസ്ലിം എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് മതിയല്ല. ഈ ഹിന്ദുത്വ തീവ്രവാദികൾ അതിന്റെ പിന്നാലെ പോകും. എന്തിനിപ്പോ കേരളത്തിൽ വരെ അതിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അവര്. കൊല്ലത്ത് അമ്പലത്തിൽ ഇവര് ഗാനമേളക്ക് ഇവരെ ഗണഗീതം പാടുക. CPM-ന്റെ വിപ്ലവ ഗാനം പാടിയിട്ട് കോടതി നടപടി എടുത്തിന്. പക്ഷെ ഇത് ഗണഗീതം പാടിയിട്ട് ഇവരെ നടപടിയൊന്നും കണ്ടിട്ടില്ല. അവർ പറഞ്ഞ രാഷ്ട്രഗീതമാണെന്ന്. ഗണഗീതും രാഷ്ട്രഗീതും പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ബുദ്ധി മലയാളിക്കുണ്ട്. എന്നിട്ട് ഇവരെ അമ്പലത്തിൽ നടക്കി ഇവരെ കാവി കുടിയം കെട്ടുക. അത് പഠിപ്പിച്ച പോലീസ്. അങ്ങനെ ഇവർ പറയുന്നത് അതങ്ങനെ അയപ്പിച്ചെങ്കിലും അത് അമ്പലത്തിന്റെ കൊടിയെ ഇന്ത്യൻ പതാകയൊന്നല്ല. അതൊക്കെയാണെങ്കിൽ അവിടെ നിൽക്കും. നിങ്ങളെ കൊടിയൊന്നും അവിടെ വേണ്ട, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയും വേണ്ട. നിങ്ങൾക്ക് ഈ ഇന്ത്യയിൽ യുപിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന പോലത്തെ വർഗീയ കലാപം കേരളത്തിൽ ഉണ്ടാക്കണം. അതെന്തായാലും ഇപ്പം മലയാളി സമ്മതിക്കൂല. അത് ശക്തമായി നേരിടും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു. നിങ്ങൾ ആക്രമിക്കുവോ, കൈകൊണ്ട് ആക്രമിക്കുവോ, അല്ലെ കമന്റുകൾ കൊണ്ട് ഇതുപോലെ തെറി വിളിക്കുന്നുണ്ടല്ലോ, അതുപോലെ ആക്രമിക്കുകയോ ചെയ്തോ. പക്ഷെ നമ്മൾ യുപി, നോർത്ത് ഇന്ത്യ ആക്കാൻ വിടൂലടോ. ഇത് കേരളത്തിന് നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഇതാണ് ആലോചിക്കേണ്ടത്. ഹിന്ദുക്കൾ ഇവർ പറയുന്ന ഇവരുടെ ഏറ്റവും വലിയ ഹിന്ദു നേതാക്കന്മാർ എന്ന് പറയുന്ന യോഗി ആദിത്യനാഥ്, നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം ഭരിക്കുമ്പോൾ ഈ ഇന്ത്യയിൽ ഹിന്ദുക്കൾ സുരക്ഷിതരല്ല എന്ന് പറയുമ്പോൾ ഉളുപ്പുണ്ട് ഇവർക്ക്. ഇവരങ്ങനെയാണെങ്കിൽ ഈ കൊടിയെടുത്ത് പോകേണ്ടത് നരേന്ദ്രമോദിന്റെ വീട്ടിന്റെ മുകളിലും അമിറ്റിന്റെ വീട്ടിന്റെ മുകളിലും യോഗി ആദിത്യനാഥിന്റെ വീട്ടിന്റെ മുകളിലും പോയിട്ടാണ് ഇവർ കുഴപ്പമുണ്ടാക്കേണ്ടത്. അല്ലാണ്ട് പാവപ്പെട്ട മുസ്ലിമിനെ അവരെ ലോകത്ത് ജീവിക്കുന്നതോ, ഹിന്ദുക്കളെ ലോകത്ത് ജീവിക്കുന്നത്, സിഖുകാർ ലോകത്ത് ജീവിക്കുന്നത്.
ക്രിസ്ത്യാനികൾ ലോകത്ത് ജീവിക്കുന്നു. അവരെല്ലാം ഒരുമിച്ച് വരുമ്പോൾ അവരെല്ലാം ഒരു ലോകമായിട്ട് ചിന്തിക്കുന്നു. അങ്ങനെയുള്ളൊരു ഇന്ത്യയായിരുന്നു ഇത്. നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളെ ചാണകം തുടങ്ങി ഹിന്ദുക്കൾക്ക് സുരക്ഷിതമില്ല, ഹിന്ദുക്കൾ ഭരിക്കാൻ പോകുന്നു, ഉളുപ്പുണ്ടാ പറയാൻ വേണ്ടിട്ട് പോയി ചത്തൂടെ സംഖ്യകൾ ഇങ്ങക്കല്ല. അപ്പൊ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, എങ്ങനെയുണ്ട് ഡയലോഗ്? ഇതേപോലെ അല്ലേ മാന്യമായിട്ട് വിമർശിക്കേണ്ടത് അല്ലേ? ഞാനൊക്കെ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് വ്യക്തിഹത്യയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ വിമർശനമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ആളുകളെയും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ കൂടുതലായിട്ടൊന്നും പറയാനില്ല, ഇന്ന് വീഡിയോ കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മച്ചാന്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു, അങ്ങനെ വിചാരിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ആരും ഈ വീഡിയോ കണ്ടിട്ട് എന്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ഫോളോ ചെയ്യേണ്ട കേട്ടുക. അപ്പൊ ഇതിൽ നല്ല വീഡിയോ നമുക്ക് നാളെ മറ്റന്നാളായിട്ടും കാണാം. ബൈ 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 കാണാടേ.